നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് രേവതിക്കുട്ടി ഗ്രേസമ്മയോടും മാമച്ചനോടും അലീനയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു, അതെ, ഇത് ഒരു നാറ്റ കേസാ, അറിയാലോ. നമ്മൾ പോയി തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാറൂന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം രേവതിക്കുട്ടി പറഞ്ഞു, അങ്കളെ അങ്ങനൊന്നും പറയില്ല, നമുക്ക് അലീന ചേച്ചി എങ്ങനെയും രക്ഷപ്പെടുത്തിയല്ലേ മതിയാവുള്ളൂ. അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, അല്ല മാമച്ചന് പരിചയമുള്ള ഏതെങ്കിലും പോലീസുകാരെ? എടി, എനിക്കങ്ങനെ പോലീസുകാരായിട്ട് വലിയ പരിചയമൊന്നുമില്ല, പിന്നെ ക്ലബ്ബിൽ വരുന്ന കുറച്ച് ആൾക്കാരായിട്ട് മാത്രം. അത് മതി. അങ്ങനെയാണെങ്കിൽ അവരെ ആരെയെങ്കിലും ഒന്ന് സ്വാധീനിച്ചാൽ മതി. ഗ്രേസമ്മേ, ഇത് പാലാരി വട്ടവാ. നമ്മൾ പാലാരിലുള്ള പോലീസുകാരെ സ്വാധീനിക്കേണ്ടേ, അറിയാലോ. അതിനതൊക്കെ പറ്റുന്ന കാര്യമാണോ? അല്ല മാമച്ചായ, ക്ലബ്ബിൽ വരുന്ന ആരെങ്കിലും, എടി അവരൊക്കെ റിട്ടയർ ആയതല്ലേ, അവരെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഓ, അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ദേ അങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, ഏതെങ്കിലും വഴിക്ക്. അത് ഞാൻ എവിടെ ശ്രമിക്കാനാ? ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പട്ടാളത്തിലായിരുന്നു, അല്ലാതെ പോലീസിലായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അങ്ങളിന് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എന്താണെങ്കിലും അലീന ചേച്ചിയുടെ അടുത്തേക്ക് പോവാ. അലീനയുടെ അടുത്തേക്ക് പോവാനോ? എന്നിട്ട് നീ എന്ത് ചെയ്യും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് അലീന ചേച്ചിക്ക് കൂട്ടിരിക്കും. അലീന ചേച്ചിയെ വിട്ടില്ലെങ്കിൽ ഞാനും അവിടെ തന്നെ ഇരിക്കും. ഓ, അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോയെന്ന് ഗ്രേസമ്മ ചോദിച്ചു. പിന്നെ അല്ലാതെ, എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ലടി, നിന്റെ ഒരു അമ്മാച്ചൻ്റെ മോനില്ലേന്ന് ചോദിച്ചു. ഓ, കുരിയച്ചനാ? അതെ അതെ. പുള്ളിക്കാരനുമായിട്ടൊന്ന് പുള്ളിക്കാരൻ്റെ മോന് ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്നില്ലേ? നീ ഒന്ന് ആ വഴിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറവിലങ്ങാടുള്ളതല്ലേ? അതേന്ന് പറയണേ. ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്തിനാടി പ്രശ്നം ഉണ്ടാക്കുന്നേ? അതെ, ഈ പാലായിലെ മറ്റേ DYSPയുടെ മോളെ എങ്ങാണ്ടാണ് ഈ പറയുന്ന ജോബിച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുളിച്ചോടിപ്പോയി. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഒന്നും പറയാതിരിക്കുന്ന ഭേദം. എടി, എന്നാലും ഒന്ന് ശ്രമിച്ചുകൂടെ? എങ്ങനെ ശ്രമിക്കാനാ? 3-4 വർഷം മുമ്പ് വലിയ പ്രശ്നങ്ങളായതല്ലേ. അതോ ഈ പറയുന്ന DYSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദുക്കളായിരുന്നു, പോരാത്തൊരു നായന്മാരും. അതിൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. ജോബിച്ച ക്രിസ്ത്യാനിയല്ലേ? എന്നിട്ട് എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൂടെ പിടിച്ച് അകത്തിടുമെന്ന് എനിക്ക് തോന്നേ. എടി, അത് കുറേ വർഷം മുമ്പല്ലേ. ഇപ്പം ചിലപ്പോൾ അവരൊക്കെ എല്ലാം സെറ്റായി കാണും. നീ ഒരു കാര്യം ചെയ്യുക, ആ കുര്യച്ചനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഒരു നിമിഷം ഗ്രേസമ്മ ആലോചിച്ചു. വിളിച്ചു നോക്കാല്ലേ, പക്ഷെ ജോബിച്ചൻ നമ്പർ ഉണ്ടാ മതിയായിരുന്നു. ജോബിച്ചൻ നമ്പർ എൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. എടി, അത് കുര്യച്ചനെ വിളിച്ചാൽ കിട്ടത്തില്ലേ? ഓ, അത് ശരിയാ, ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ആൻറ്റി പെട്ടെന്ന് തന്നെ വിളിച്ചു നോക്കാം, നമുക്കറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കുര്യച്ചനെ വിളിക്കുകയാണ്. കുര്യച്ചനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുര്യച്ചൻ പറഞ്ഞു, അതെ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, 1.5 മണിക്കൂറിന് ശേഷം വിളിക്കാവോന്ന് ചോദിച്ചു. ശരിയെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആൻറ്റി? അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, 1/2 മണിക്കൂർ വിളിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിങ്ങനെ ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നേക്കാൾ നല്ലത് നേരിട്ട് പോകുന്നല്ലേന്ന് ചോദിച്ചു. ഗ്രേസം പറഞ്ഞു, നീ എന്ത് വർത്താനം എഴുതി പറയണേ? ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് നിനക്കറിയോ? 55 കിലോമീറ്റർ ഉണ്ട്. അല്ലേ മാമച്ചായെന്ന് ചോദിച്ചു. അതെ 55 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല, അത് പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോണിൽ കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നേരിട്ട് എന്ന് സംസാരിക്കുമ്പോൾ കാര്യത്തിന് ഗൗരവം കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോയെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് പോയാലോ എന്ന് ചോദിച്ചു. ആ സമയം മാമച്ചൻ ഇങ്ങനെ ആലോചിച്ചു, നേരിട്ട് പോയി പറയുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു കാര്യ ഗൗരവം ഉണ്ടാവും, നോക്കാന്ന് പറഞ്ഞു. ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെ രേവതിക്കുട്ടി പറയുകയും ചെയ്തു. അതേ സമയത്ത് അലീനയെ SI മുറിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. പിന്നീട് അലീനയോട് ചോദിച്ചു, അല്ല സത്യം പറ, ഈ പറയുന്ന 1-ാം പ്രതിയായ ഹരിശങ്കറും 2-ാം പ്രതിയായ രോഹിത്തും നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീനയെ നോക്കി അലീന പറഞ്ഞു, ഇല്ലയെന്ന് പറയണ. അല്ല, ലൈംഗികമായിട്ട് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ഇല്ല സാറേ. അല്ല, നിന്റെ വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നിന്നെ എന്താണെങ്കിലും ഇതിനകത്ത് മാപ്പ് സാക്ഷിയാക്കാനായിട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ പറയണം.
അലീന ഇങ്ങനെയൊന്ന് അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ഒരു തെറ്റും ചെയ്തിട്ടല്ലേ അലീന, പിന്നെ ഇതിനൊക്കെ വേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല. ആ സമയം പോലീസുകാരൻ പറഞ്ഞു, എടി ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, നീ ആ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ, നിന്നോട് അവർ മോശമായിട്ട് ഒരു രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടില്ലേ? അത് പിന്നെ മോശമായിട്ടുള്ള വാക്കും പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അങ്ങനെ പറ, ഈ പ്രവൃത്തി എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാർ, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അത് പിന്നെ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് മുട്ടി വരുമ്പോൾ പിന്നെ കയ്യേലൊന്ന് കയറി പിടിക്കുക, അതൊക്കെയായിരുന്നു പറഞ്ഞു. ഓ, അതൊക്കെയാണോ നീ മോശം പ്രവർത്തിയെന്ന് ഉദ്ദേശിച്ചത്? അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നിർണായകമായ ചില വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഒരു ദിവസം മുറിയിലേക്ക് വിളിച്ചു വരുത്തി കയറി പിടിക്കാൻ ശ്രമിച്ചു. അന്ന് ഞാൻ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ ശക്തമായിട്ട് എതിർത്ത് ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഓ, അത്രേ ഉണ്ടായിട്ടുള്ളോ? ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങൾ പോലീസാ. അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. നിന്റെ കള്ളത്തരമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ഒരു പോലീസ് കോൺസ്റ്റബിളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ രോഹിത്തിനെ ഹരിശങ്കറിനെ സെല്ലിനകത്തുനിന്ന് ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അലീന ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു ടെൻഷനായി. ഇവരെന്തൊക്കെയാ ചോദിക്കുന്നത്, എന്തൊക്കെയാ പറയണേന്ന് ഒന്നും അറിയത്തില്ലല്ലോ. പിന്നീട് രോഹിത്തിനെ ഹരിശങ്കറെ അങ്ങനെ സെല്ലിയിൽ നിറക്കുവാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ഒരുങ്ങിയിട്ടും മാമച്ചനും ഗ്രേസമ്മ ഒരുങ്ങി വന്നില്ല. ഇതെന്താണ് ഇവര് താമസിക്കുന്നത്? രേവതിക്കുട്ടിക്ക് ആ ടെൻഷനാ. എത്രയും പെട്ടെന്ന് ഇറങ്ങിയാൽ മതിയെന്നുള്ളൂ. കാരണം അലീന ചേച്ചി പോലീസ് സ്റ്റേഷൻ ഇരിക്കുമല്ലേ. അപ്പോഴേക്കും മാമച്ചൻ വന്നു. മാമച്ചനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ എന്റെ ദൈവമേ, അങ്ങനെ ആനെ ഒരുക്കി ഇറക്കി. ഇനിയിപ്പോ പാപ്പാൻ എപ്പോഴാണോ വരുന്നത്? ആരടി നിന്റെ ആനയെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞിട്ട് രേവതിക്കുട്ടി ചെവിയെ പിടിച്ച് കിടക്കുകയാണ്. അയ്യോ, ഞാനാണേന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ അങ്ങോട്ട് വന്നു. ഗ്രേസമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ഒന്ന് നോക്കി. രേവതിക്കുട്ടി, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. മേക്കപ്പ് ഒത്തിരി കൂടിപ്പോയിട്ടൊന്നുമില്ല, കുറഞ്ഞു പോയിട്ടുമില്ല, പാകത്തിലുള്ള മേക്കപ്പും കാര്യങ്ങളാ. എൻ്റെ ആൻറ്റി സുന്ദരി അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. വാ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, ഇനി സമയം കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി കൃഷ്ണമോളെ വിളിക്കുവാണ്. ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല കൃഷ്ണ അല്ലേന്ന് ചോദിച്ചു. അതെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അലീന ചേച്ചിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അലീന ചേച്ചിയുടെ അടുത്തോ? അത് പിന്നെ അലീന ചേച്ചി രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, കുറവെല്ലങ്ങാട്ടേക്ക്. ആണോ? അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ ഒന്ന് വിളിക്കുമോയെന്ന് ചോദിച്ചു. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ. ഞാൻ വിളിച്ചോളാം. കൃഷ്ണമോള് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. അല്ല, അലീന ചേച്ചീനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല എന്ന് പറയണം. എനിക്ക് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഒന്നാമത്തെ കാര്യം തനിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമോള് ഗേറ്റിന് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റല്, അമ്മയും ഹോസ്പിറ്റല്. ആകെപ്പാടെ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഭവിതയാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ വിഷമത്തിലായി കൃഷ്ണമോള്. ഇതേ സമയത്ത് ഹരിശങ്കറെ രോഹിത്തിനെ SIയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അലീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അവന്മാരെ കൊണ്ട് നിർത്തി. ഈ സമയത്ത് ഹരിയോടും രോഹിത്തിനുമായിട്ട് ചോദിച്ചു, അല്ലടാ നിങ്ങൾ ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഹരിശങ്കറും രോഹിത്തും ഒന്നും മിണ്ടിയില്ല. എന്താടാ നിന്റെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ? ഇവിടെ നിങ്ങൾ എന്താ ചെയ്തേ? ഒന്നുമല്ലേലും ആ വീട്ടിലുണ്ടായിരുന്നല്ലേ ഇവള്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടിഞ്ഞപ്പോൾ ഹരിശങ്കർ പറഞ്ഞു, ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അലീനയ്ക്ക്. അന്നെങ്കിൽ കാര്യങ്ങൾ പറ, എന്താ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചതെന്നൊക്കെ SI ചോദിക്കുകയാണ്. നീ പറയണ്ട, ഇവനോട് ഇവൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു രോഹിത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. രോഹിത്ത് ആകെപ്പാടെ പെട്ടുപോയി. സത്യം പറയടാ, എന്താടാ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു ദിവസം മുറിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തി കൊടുത്തു. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? കയ്യെ കയറി പിടിച്ചു, അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു. പിന്നീട് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നിട്ടോ കഴുത്തിന് കുത്തിപ്പിടിച്ചു. മതി, ഇത്രയും പറഞ്ഞാൽ മതി. പിന്നീട് അലീനയുടെ നേർക്ക് ചെന്നു. എടി ഇപ്പോഴെന്ത് പറയുന്നടി, നീ എന്താ പറഞ്ഞേ? വെറുതെ കയ്യെ പിടിക്കാൻ ശ്രമിച്ചു, മുട്ടി ഉരുമാൻ ശ്രമിച്ചെന്നൊക്കെ. ഈ ബലാത്സംഗ വീരന്മാരെ നീ വെള്ളപൂശ ശ്രമിക്കുകയോ ചെയ്തല്ലേന്ന് ചോദിച്ചു. രോഹിത്തും ഹരിശങ്കറും പരസ്പരം നോക്കുകയാണ്. നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കുന്നത്? പോലീസുകാരന്മാരെ പറ്റിക്കാന്നോ? അത് ഈ ജന്മത്തിൽ നിനക്ക് നടക്കത്തില്ലടി. എന്നിട്ട് ഒന്നും ചെയ്തില്ല പോലും. സാറേ,
അത്രയല്ലേ സാറിന് അറിയത്തുള്ളൂ. അതിന് ശേഷമുള്ള കാര്യം കേൾക്കണ്ടേ? എടി ഇപ്പൊ ഇത്രയും കേട്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലായത്. എടി ഇപ്പൊ ഈ കൂടെ നിന്നെയും കൂടെ ലോക്കപ്പ് ചെയ്യണ്ട. ഇവന്മാരെ വെള്ള പൂജ ശ്രമിച്ചാൽ നീ ആള് കൊള്ളാലോ എന്ന് പറയണം. അങ്ങനെ കുറെ അലീനയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അതെ CI സാറ് വന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും SI പറഞ്ഞു, ഇതേ ഇവന്മാരെ കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹരിയേയും രോഹിത്തിനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അലീന ആകപ്പാടെ വിഷമിച്ച് തല കുണിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.